ഹലോ ഗൈസ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ പ്രീവ്യൂ കണ്ട ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓഫ്സെറ്റ് ട്രാൻസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇന്ന് കാണാം. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവും. വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് സമയം വയ്ക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷനിൽ രണ്ട് ക്ലിപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഇമേജാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ലെയറും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് സെൻട്രലായിട്ട് ചെറുതാക്കി കൊണ്ടുവന്ന് വെക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്കെയിൽ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ സൈസ് ഏകദേശം ഒരു 650 ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ലെയർ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ നിങ്ങൾ ഒരു 650 ആയിട്ട് സെയിം വാല്യൂ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിൽ കാണുന്ന ലെയറിൽ നമ്മൾ ഒരു ഓഫ്സെറ്റ് ട്രാൻസിഷൻ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ അതിനോട് അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക, എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫ്സെറ്റ് കാണാം. ഈ ഒരു ഓഫ്സെറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓഫ്സെറ്റ് കാണാം, അതിൽ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നിങ്ങൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ ഏകദേശം ഒരു -1000 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തു. ശേഷം നിങ്ങൾ മിഡിലൊന്നും ചെയ്യേണ്ട, ഏറ്റവും എൻഡിൽ വന്നിട്ട് നിങ്ങൾ 1000 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കർവ് ഓപ്ഷനിൽ വന്നിട്ട് ഏകദേശം ഫസ്റ്റിൽ ഈ രീതിയിൽ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് എടുത്തിട്ട് ഒരു കർവ് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കർവ് ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് ബാക്ക് വരിക, എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക, അതിൽ ഡയറക്ഷൻ ബ്ലർ എന്നാണ് അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. നിങ്ങൾ അതിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ 0 ആയിട്ട് ഇടുക ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, മിഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങളൊരു 0.5 ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും എൻഡിൽ നിങ്ങൾ 0.5 ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക അതിൻ്റെ വാല്യൂ. ശേഷം നിങ്ങൾ ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത കർവ് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്തും പേസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കർവ് ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇനി നിങ്ങൾ ഈ ഒരു എഫക്ട്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഇപ്പുറത്തുള്ള ഈ ലെയറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കിട്ടുന്നതാണ്, കണ്ടില്ലേ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ഇതിലൊരു സൂം ട്രാൻസിഷനെ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റാസ്റ്റർ ട്രാൻസ്ഫോം എന്നാണ് അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങളിതിൽ ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മിഡിൽ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ നിങ്ങൾ ഏകദേശം ഒരു 2.50 ഒക്കെ ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും എൻഡിൽ നിങ്ങൾ ഒരു 2.50 ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത്രയും നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത കർവ് ഇവിടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇവിടെയും പേസ്റ്റ് ചെയ്തിട്ട് അത് ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡയറക്ഷണൽ ബ്ലർ എഫക്റ്റ് നിങ്ങൾ ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ താഴത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ഈ 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കാണുന്ന ഈ ലെയറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ ഈ ട്രാൻസിഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി കഴിച്ച് നിങ്ങൾക്ക് ഫൈനലി ഇതിലേക്ക് ഒരു ഷാഡോ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ലെയറിൽ സെലക്ട് ചെയ്തിട്ട് ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷാഡോ നിങ്ങൾ ജസ്റ്റ് ഇനേബിൾ ചെയ്തിട്ട് കൊടുത്തു. ഷാഡോൻ്റെ വാല്യൂ ഒരു 20 അല്ലെങ്കിൽ 30 അത്ര നിങ്ങളുടെ ഒരു ചോയ്സിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതിന് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഗൈസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസിഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രീസെറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു PKD Editz.